ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, ഞാൻ ഈ ആചാര്യ ടി വിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഹിന്ദു ആചാരപ്രകാരമായി ജ്യോതിഷ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ എപ്പിസോഡുകളെല്ലാം തന്നെ അതിന് ഒരു അടിസ്ഥാനമുണ്ട്. അതായത് ജ്യോതിഷപരമായ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എടുത്താണ് ഞാനിവിടെ കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. വിവാഹം നീണ്ടുപോയാൽ പരിഹാരമുണ്ട്. പല ആൾക്കാർക്കും വിവാഹം നീണ്ടുപോകുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ പോകും. വിവാഹം എന്തുകൊണ്ടാണ് നടക്കാണ്ട് പോകുന്നത്? ഇപ്പോൾ പലരും നമ്മളെ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 35 വയസ്സായി, അല്ലെങ്കിൽ 38 വയസ്സായി, 45 വയസ്സായ ഒരു ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിരുന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വിവാഹം നടന്നിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് വരാതെ തന്നെ എൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതേപോലെ വഴിപാട് നടത്തി വിവാഹം നടന്നവർ ഒത്തിരി പേരുണ്ട്. ഇത് ഞാൻ വെറുതെ ഇത് പറയണതല്ല, ഒരു വലിയ വാക്ക് പറയണതല്ല, അല്ലെങ്കിൽ വീമ്പ് പറയണതല്ല. ഇത് ഉണ്ടായ സംഭവമാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, സർവേശ്വരൻ്റെ കഴിവാണ്. ഞാൻ അത് എന്നിലൂടെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഒരു വിവാഹം നടക്കാൻ വേണ്ടി ഒരു ഹോമം നടത്തണില്ല, ഞാനൊരു പൂജയും ചെയ്തു കൊടുക്കണില്ല. ഞാൻ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട ചില വഴിപാടുകൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അവർ വ്യക്തിപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഇത് മാത്രമേ ചെയ്യണുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തവരും കേട്ട് പറഞ്ഞവരും കേട്ട് അറിഞ്ഞവരും ഒക്കെ ചെയ്തിട്ട് പലരുടെയും വിവാഹം നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്ന് വേണ്ട എറണാകുളം ജില്ലയിൽ എത്രയോ ആൾക്കാരാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്, സാറിൻ്റെ ഇത് കേട്ടിട്ട് ഞങ്ങൾ അതേപോലെ ചെയ്തു, ഞങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടായി, ഇപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞു, വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ, അത് ഞാൻ പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ സമയം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വിവാഹം നീണ്ടുപോകുന്നത്? പല കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ പോകും. പല കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ പോകും. ധർമ്മദേവതാശാപം ഒരു കാര്യം. അതായത് നമ്മുടെ കുടുംബത്തിൽ ധർമ്മദേവതയുടെ കോപമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. കുടുംബത്തിലും ധർമ്മദേവത കോപമുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അതേപോലെ തന്നെ സർപ്പശാപമുണ്ടെങ്കിൽ, ആ ജാതകന് സർപ്പശാപം ഏറ്റിട്ടുണ്ടെങ്കിൽ മംഗളകാര്യം നടക്കാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ബാധാദോഷം, കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടും. അതുപോലെ പിതൃക്കളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുൻ തലമുറയിൽപ്പെട്ട മരിച്ചുപോയ പിതൃക്കൾ, അവരുടെ ചില ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് പിതൃദോഷം എന്ന് പറയുന്നത്. ആ പിതൃക്കളുടെ ദോഷമുണ്ടെങ്കിൽ മംഗളകാര്യങ്ങൾ നടക്കില്ല. അതുപോലെ സ്ഥലദോഷം, കുടുംബം ഇരിക്കുന്ന വീടിരിക്കുന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും സ്ഥലദോഷങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ വരും. പിന്നെ ജാതകത്തിൽ ചില ഗ്രഹങ്ങളുടെ ഗ്രഹപ്പിഴകൾ, ഇതെല്ലാം വിവാഹത്തിന് തടസ്സമായിട്ട് വരും. അപ്പം എന്താണ് അതിന് കാരണമെന്ന് നമുക്ക് കണ്ടെത്തിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പം രോഗം അറിഞ്ഞാലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? രോഗം അറിഞ്ഞാലേ ഒരു ഡോക്ടർക്ക് മരുന്നിന് കുറിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വിവാഹത്തിന് തടസ്സം വന്നത് എന്ന് നമുക്ക് നോക്കണം. അതായത് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് സമീപിച്ചാൽ, ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ അവൻ്റെ വിവാഹത്തിന് തടസ്സങ്ങൾ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, ആ കാര്യങ്ങൾക്ക് ചെറിയ തോതിൽ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. ആ കുട്ടിയുടെ
അല്ലെങ്കിൽ ആ ജാതകൻ്റെ വിവാഹം നടക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ആദ്യം ചെയ്യണം. ഇവരെന്താ ചെയ്യേണ്ടത്? കുടുംബക്ഷേത്രത്തിൽ ആദ്യം വഴിപാട് സമർപ്പിക്കണം. ആദ്യം കുടുംബദേവതാ പ്രീതി നേടണം ഇങ്ങനെയുള്ളവർ. പിന്നെ ശിവപാർവതി ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ നടത്താം. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പൂജയാണ്. അതായത് ബാണേശ്വരി പൂജ. ഇത് ഇന്ന് നമ്മുടെ കേരളത്തിൽ പല ശാന്തിമാർക്കും ചെയ്യാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ വളരെ ഒരുവിധമുള്ള വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ബാണേശ്വരി പൂജ, അതായത് ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഈ ബാണേശ്വരി പൂജ നടത്തേണ്ടത്. അപ്പോൾ വളരെ റെയറായിട്ടുള്ള ഒരു പൂജയാണത്. അതിന് ഇത്തിരി പൈസക്ക് ചിലവുണ്ട് ഈ പൂജക്ക്. അത് ആ ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ നടത്തിയാൽ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പം ഞാൻ ഇത് പറയും നാളെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ബാണേശ്വരി പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല, അവർ ചെയ്യൂല കേട്ടോ. അതിന് ചെയ്യാൻ പറ്റിയ ചില ആൾക്കാരുണ്ട്, അവരെ കണ്ടുപിടിച്ച് ചെയ്താൽ അതിന് ഫലം ഉണ്ടാവും. അതുപോലെ സ്വയംവര പാർവതി ഹോമം നടത്തണം. അതുകൂടാതെ ഇനി ഇതല്ലെങ്കിൽ സ്വയംവര പാർവതി ഹോമം, അതായത് ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സ്വയംവര പാർവതി ഹോമം നടത്താം. അങ്ങനെ ഒരു ഹോമമുണ്ട്, സ്വയംവര പാർവതി ഹോമം, അത് നടത്താം. അതേപോലെ തന്നെ വടുക ഭൈരവ യന്ത്രം ധരിച്ചാൽ ഒരുവിധമുള്ള വിവാഹ തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടും. എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും വടുക ഭൈരവ യന്ത്രം. ഇത് ആചാര്യന്മാർ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്, ഈ വടുക ഭൈരവ യന്ത്രത്തെ പറ്റി. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു യന്ത്രം എഴുതുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഒരു വടുക ഭൈരവ യന്ത്രം എഴുതി തരാൻ പറഞ്ഞാൽ അത് വടുക ഭൈരവ യന്ത്രം തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? വളരെ അപൂർവം പേരുള്ള ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ എഴുതാനായിട്ട്. അവർക്ക് അത് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും എഴുതി തരാൻ തയ്യാറായാൽ വളരെ നല്ല കാര്യം. വടുക ഭൈരവ യന്ത്രം ധരിച്ചാൽ വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ വീരഭദ്രയന്ത്രം, വിവാഹ തടസ്സം മാറാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമാണ് വീരഭദ്രയന്ത്രം. ഒരുവിധമുള്ള യന്ത്ര എഴുത്തുകാർക്ക്, യന്ത്രങ്ങൾ എഴുതുന്ന ആചാര്യന്മാർക്കൊക്കെ ഇത് ചെയ്യാൻ അറിയാം. അത് ഈ യന്ത്രങ്ങളെല്ലാം എഴുതി ധരിച്ചാൽ അത് യഥാവിധി പൂജിച്ച് ധരിക്കണം. ഈ യന്ത്രങ്ങൾ എഴുതിയ ഇതെല്ലാം അന്ധവിശ്വാസമായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ ജ്യോതിഷപരമായ ഗ്രന്ഥങ്ങളിലും ഹിന്ദു ആചാരങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത്. അല്ലാണ്ട് ഞാൻ പറയുന്ന കാര്യമല്ല ഇത്. ഞാൻ ആ ഒരേ പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ട് ഉള്ള കാര്യവും അതേപോലെ എൻ്റെ ജ്യോതിഷ ഗുരുനാഥന്മാരിൽ നിന്നും കിട്ടിയ അറിവും വെച്ചാണ് ഈ കാര്യങ്ങൾ ഞാനിവിടെ ഈ എപ്പിസോഡിൽ പറയുന്നത്. അപ്പം വീരഭദ്രയന്ത്രം യഥാവിധി പൂജിച്ച് ധരിച്ചാൽ വിവാഹ തടസ്സം മാറും കിട്ടും. വടുക ഭൈരവയന്ത്രം യഥാവിധി എഴുതി പൂജിച്ച് ധരിച്ചാൽ മാറിക്കിട്ടും, വിവാഹ തടസ്സം മാറിക്കിട്ടും. സ്വയംവര പാർവതി ഹോമം നടത്തിയാൽ വിവാഹ തടസ്സം മാറിക്കിട്ടും. ശിവപാർവതി ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ നടത്തിയാൽ വിവാഹ തടസ്സം മാറിക്കിട്ടാം എന്ന് ആചാര്യന്മാർ പറയുന്നു. ദേവീക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിച്ചാൽ നടത്തും. ഭദ്രകാളി ക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഭദ്രകാളി അമ്മേ. കാരണം ചില ആൾക്കാരുടെയൊക്കെ ഈ വിവാഹം മുടങ്ങുന്നത് ശത്രുശല്യം കൊണ്ടായിരിക്കും. ചില വിവാഹം മുടക്കികളുണ്ട്. ഇത് ജ്യോത്സ്യന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്. നമ്മുടെ അനുഭവത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ട് പറയാണ്. ചില കുട്ടികൾക്ക് ചില കുടുംബത്തിൽ ചില വിവാഹ കാര്യങ്ങൾ വരുമ്പോൾ അതിന് വിവാഹം മുടക്കികളായ ചില ആൾക്കാരുണ്ട്. കയ്യിലെ കാശും മുടക്കി വണ്ടിക്കാശും കൊടുത്ത് പോകും വിവാഹം മുടക്കാൻ. വല്ല കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? അവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. വിവാഹങ്ങൾ ഇങ്ങനെ ശത്രുക്കൾ മുടക്കിയാൽ ഉടനെ തന്നെ നിങ്ങൾ പോയി കൂടോത്രവും മന്ത്രവാദവും അല്ല ചെയ്യേണ്ടത്. നേരെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് പട്ടും താലിയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം.
ഒന്നില്ലെങ്കിൽ വിവാഹം നടക്കേണ്ട ആള് കൊണ്ട് സമർപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ സമർപ്പിക്കണം. എന്നിട്ട് ദേവിയോട് നല്ലപോലെ പ്രാർത്ഥിക്കുക, എൻ്റെ ദേവി എൻ്റെ ശത്രു ദോഷങ്ങളെല്ലാം മാറ്റി എൻ്റെ വിവാഹം നടത്തി തരണം. ഞാനിതാ ഒരു പട്ടും താലിയും അമ്മയുടെ നടക്കൽ സമർപ്പിക്കുന്നു. ഭഗവതി എന്നിൽ സംപ്രീതയാകണേ ദേവി എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച് ദേവിക്കൊരു കടുംപായസവും നടത്താം. അങ്ങനെ 7 വെള്ളിയാഴ്ച ദേവിക്ക് പട്ടും താലി ഒരു വെള്ളിയാഴ്ച സമർപ്പിച്ചാൽ മതി. 7 വെള്ളിയാഴ്ച ദേവിക്ക് കാളി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയാൽ നിങ്ങളുടെ ശത്രുശല്യം മാറിക്കിട്ടും. വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ ദേവി മാറ്റിത്തരും. ശത്രുക്കളായുണ്ടാകുന്ന വിവാഹ തടസ്സങ്ങളെല്ലാം ഭദ്രകാളി ദേവി മാറ്റിത്തരും, ഒരു സംശയമില്ല. അറിയാമോ? കാളി സൂക്തം കൊണ്ട് ദേവിക്ക് പുഷ്പാഞ്ജലി, ഒരു വെള്ളിയാഴ്ച ദേവിക്ക് കടുംപായസവും സമർപ്പിക്കുക. അതേപോലെ തന്നെ ദേവിക്ക് പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കേണ്ട ആൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പോയിട്ട് അവിടെ ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ദേവി ഇങ്ങനെയുള്ള എൻ്റെ മകന് അല്ലെങ്കിൽ മകളുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറ്റി അവളുടെ വിവാഹം നല്ല വിധത്തിൽ നടത്തിത്തരണേ എന്ന് നല്ല പോലെ ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും, ഒരു സംശയമില്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കും. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.